അപ്പോൾ നമുക്കൊരു സിമ്പിൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. റെഫറൻസ് ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗ്രിഡ് മെത്തേഡിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് മിഡിലുള്ള യെല്ലോ എടുത്തിട്ട് ഫ്രൂട്ടിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണേ. ആൻഡ് നമ്മൾ ലെയർ ചെയ്തിട്ടാണ് ഡാർക്ക്നെസ്സിലേക്ക് പോണത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റായിട്ട് ഈ യെല്ലോ വെച്ചിട്ട് ഫ്രൂട്ടിൻ്റെ ഔട്ട്ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുവാണേ. നെക്സ്റ്റ് നമ്മൾ ലെമൺ യെല്ലോ എടുത്തിട്ട് ലീഫിൻ്റെ ഫസ്റ്റ് ലെയർ ഇതുപോലെ കൊടുക്കുകയാണ്. ലീഫും അതുപോലെ സ്റ്റെംസൊക്കെ നമുക്ക് ആ ഒരു ലെമൺ യെല്ലോ കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ആ റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഇല്ലേ ഏറ്റവും കോർണറിലെ, അതും നമ്മൾ മിഡിലുള്ള യെല്ലോയും മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വരച്ച ഔട്ട്ലൈനിൽ കുറച്ചും കൂടെ ഡാർക്കാക്കി ഇത് ലെയർ ചെയ്യുവാണ്. നെക്സ്റ്റ് നമ്മൾ ആ മിഡിലുള്ള യെല്ലോ എടുക്കുവാണ് വീണ്ടും, എന്നിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ആ ഔട്ട്ലൈൻ ചെയ്തതിൻ്റെ അടുത്ത് ഡാർക്കായിട്ട് കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിലോട്ട് വരുമ്പോൾ ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നല്ലോണം യെല്ലോ എടുത്തിട്ട് ഔട്ട്ലൈൻ്റെ അടുത്ത് കൊടുക്കുക. അതിനുശേഷം ബ്രഷ് വാഷ് ചെയ്തിട്ട് അത് നടുവിലേക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ കോർണേഴ്സിൽ, അതായത് ഔട്ട്ലൈൻ്റെ കോർണേഴ്സിൽ കുറച്ച് ഡാർക്ക് ഫീൽ ചെയ്യും, നടുക്ക് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ഫീൽ ചെയ്യും. ഇതുപോലെ. ഇനി അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഫുള്ളായി യെല്ലോ ഫില്ല് ചെയ്തതിന് ശേഷം യെല്ലോ ഓറഞ്ച് മിക്സ് ഔട്ട്ലൈനിൻ്റെ ഇതുപോലെ ഔട്ട്ലൈനിൻ്റെ കോർണേഴ്സിൽ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നടുക്ക് ബ്രഷ് വാഷ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്താവും, ഔട്ട്ലൈൻസിൻ്റെ സൈഡിൽ കുറച്ച് ഡാർക്കാവും, മിഡിലോട്ട് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക ഭംഗി നമുക്ക് തോന്നും. അപ്പോൾ റെഫറൻസ് ഇമേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പാർട്ടിലാണ് ലൈറ്റ് കളേഴ്സ് വരുന്നത്, ഏതൊക്കെ പാർട്ടിലാണ് ഡാർക്ക് കളേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. നമ്മളെ റെഫറൻസ് ഇമേജിൽ ആ ഒരു കളർ കിട്ടുന്നത് വരെ നമ്മൾ ഓറഞ്ചും യെല്ലോയും മിക്സ് ചെയ്ത് ആദ്യം ഇങ്ങനെ കോർണേഴ്സിൽ ഔട്ട്ലൈനിൻ്റെ സൈഡിൽ ചെയ്യും. അത് ബ്ലെൻഡ് ചെയ്ത് നടുക്കേക്ക് അങ്ങനെ കൊണ്ടുവരും. നമ്മളൊരു ഫ്രൂട്ടാണ് ചെയ്യുന്നത്, മറ്റു ഫ്രൂട്ട് നിങ്ങൾ അത് നോക്കി അതുപോലെ ചെയ്താൽ മതി കേട്ടോ.
നെക്സ്റ്റ് ഡാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓറഞ്ച് അല്ലെങ്കിൽ ആ റെഡില്ലേ അതും പ്ലസ് മെറൂൺ ഉണ്ടല്ലോ അതിന് തൊട്ടടുത്തുള്ള അതും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഔട്ട്ലൈനും വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളെ റെഫറൻസ് ഇമേജിൽ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഈ ഒരു ഫ്രൂട്ടിൽ. അപ്പോൾ അതൊക്കെ ആ ഒരു കളർ വെച്ച് ലൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇമേജിൽ എവിടേക്കാണ് ഡാർക്ക്നെസ് വരുന്നത് അവിടെയും കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഡാർക്ക് കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബ്രഷ് വാഷ് ചെയ്യും. എന്നിട്ട് പ്ലെയിൻ ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഡാർക്ക്നെസ് കുറയും. ഒരു ഒരു എന്താ പറയുക, എല്ലായിടത്തും ഒരേ ഒരു യൂണിഫോം ആയിട്ടുള്ള കളർ വരും. ലീഫിൻ്റെ സെക്കൻഡ് ലെയർ ഞാനിവിടെ എടുക്കുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ മിഡിൽ യെല്ലോന് തൊട്ടുമുട്ടി വേറൊരു യെല്ലോ ഉണ്ടല്ലോ, ആ യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്താൽ നമുക്കൊരു നല്ല ലീഫി ഗ്രീൻ കിട്ടും. ഒരു സാപ്പ് ഗ്രീൻ അല്ലെങ്കിൽ ഒലീവ് ഗ്രീനൊക്കെ പോലെ. ആ ഗ്രീനാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ പെയിൻറ്റിലുള്ള ഡയറക്റ്റ് ഗ്രീൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ ഗ്രീൻ ആക്കിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഡാർക്ക് ആക്കണ്ട, ലൈറ്റ് ചെയ്താൽ മതി. ഇനി ഡാർക്കായി പോയാൽ എന്ത് ചെയ്യും, നമ്മൾ ബ്രഷ് വാഷ് ചെയ്യും, എന്നിട്ടത് ഇതുപോലെ ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ ലീഫി സ്ട്രക്ചറൊന്നും അതിൽ വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഗ്രീൻ എടുത്ത് ഇങ്ങനെ പെയിൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് ഡാർക്ക് വെച്ച് ലെയർ ചെയ്യുന്ന ടൈമിൽ ലീഫിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, മെറൂണില്ലേ, അതായത് റെഡിന് തൊട്ട് മുട്ടിയിട്ടുള്ള ആ മെറൂൺ എടുത്തിട്ടാണ് നെക്സ്റ്റ് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, ബ്രഷ് വാഷ് ചെയ്തിട്ട് ആ ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. കാരണം ഒരു ലൈൻ പോലെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെ വേണമെന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യണ്ട. ഓക്കെ, അതുപോലെ ഡാർക്കുള്ള സൈഡ് എന്ത് ചെയ്യുക, ആ മെറൂണ് കുറച്ച് വെള്ളം കൂട്ടിയെടുത്തിട്ട് ഒന്ന് കൊടുത്താൽ എന്ത് ചെയ്യാം, ബ്ലെൻഡായ പോലെ നമുക്ക് ഡാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് വാട്ടർ കളർ നമുക്ക് ഡാർക്ക് കൂടിപ്പോയ പ്രശ്നമില്ല. നമുക്ക് ബ്രഷ് വാഷ് ചെയ്തിട്ട് ആ ഡാർക്ക്നെസ് കുറക്കാൻ എളുപ്പമാണ്. ആക്രിലിക് പോലെയല്ല. ഞാൻ ആക്രിലിക് പോലെയല്ല ഉദ്ദേശിച്ചത്. ആക്രിലിക് നമുക്ക് ലെയർ ചെയ്തിട്ട് ലൈറ്റും ഡാർക്കൊക്കെ ആക്കാം, പക്ഷെ നമുക്ക് മായ്ച്ച് കളയാൻ കഴിയില്ല പെട്ടെന്ന്. പക്ഷെ വാട്ടർ കളർ നമുക്ക് പെട്ടെന്ന് മായ്ച്ച് കളയാം വെള്ളം യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ മെറൂൺ യൂസ് ചെയ്തിട്ട് തന്നെ സ്ട്രക്ചറൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. സെയിം തന്നെ നമ്മൾ ലീഫിൽ ഗ്രീൻ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ഗ്രീനാണ്. മിഡിലിലെ യെല്ലോന് തൊട്ടുമുട്ടിയിട്ടുള്ള യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡാർക്ക് ചെയ്യണം. നമ്മൾ ആ ഒരു ഗ്രീൻ തന്നെയാണ് ഫുള്ളായിട്ട് ലീഫിന് യൂസ് ചെയ്യുന്നത്. ഡാർക്ക്നെസ് കൂട്ടാൻ നമ്മൾ ബ്ലൂവിൻ്റെ എമൗണ്ട് കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ ഡാർക്ക്നെസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് ഫുൾ ലീഫും ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്.
ഇനി ലീഫിൻ്റെ സ്ട്രക്ചർ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്താണ് വരച്ചു കൊടുത്താൽ മതി. ഞാൻ റെഫറൻസ് ഇമേജിലും പോലെ ഒന്നല്ല എനിക്ക് ലീഫിൽ തോന്നുന്ന സ്ട്രക്ചർ വരച്ചു കൊടുക്കരുത്. ഇനി നമ്മൾ ഫ്രൂട്ടിലെ ഡാർക്കർ ഏരിയസ് നമ്മൾ മെറൂൺ പ്ലസ് ബ്ലാക്ക് പ്ലസ് ബ്രൗൺ മിക്സ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്ലാക്ക് അല്ല, ഒരു റെഡിൻ്റെ ഒരു ഡാർക്ക് വേർഷൻ പോലെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫൈനലി ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള ഔട്ട്ലൈൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ സ്ട്രക്ചേഴ്സും ഡാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഡാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മളുടെ ചിത്രം ഏകദേശം റെഡിയാവും. അതുപോലെ ലീഫിലും നിങ്ങൾക്ക് ഡാർക്ക് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബ്ലൂ പ്ലസ് യെല്ലോ കുറച്ച് ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഗ്രീൻ്റെ ഡാർക്ക് ഏരിയാസും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിത്രം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പും കൂടെ കൊടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അറിയാത്തവർക്കുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിക്ചർ ഇതാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ വരച്ചിട്ട് അയച്ചു തരിക. മെയിൽ ത്രൂ അയക്കാം, ഇൻസ്റ്റഗ്രാം ത്രൂ അയക്കാം. അപ്പോൾ പുതിയ ചിത്രമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വരച്ചു നോക്കാം കേട്ടോ.